ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നോമ്പ് 17ഉം 18ൻ്റെയും വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നോമ്പ് 17. അതിന് ഞാൻ വലിയ റെസിപ്പിയും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അതൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇടാത്തതിന്. ഇന്നലെ ഞാൻ വീഡിയോ ഇടാൻ നോക്കി, പക്ഷേ അപ്പോൾ വെറും വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും വേണ്ട, അടുത്ത ദിവസം രണ്ടും കൂടെ ഒരുമിച്ചിട്ട് ചെറുതായിട്ട് അങ്ങ് പറഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ടേ അങ്ങനെ രണ്ടും കൂടെ ഒരുമിച്ചിടാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പം വീട്ടിൽ കുറച്ച് ഗസ്റ്റൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ, നോമ്പൊക്കെ തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പം അവർക്കുള്ള ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു ചിക്കൻ റോളും പിന്നെ അതുപോലെ തന്നെ മട്ടൻ കറിയും പിന്നെ കട്ട്ലേറ്റ് എന്ന് വെച്ചാൽ മുളക് പൊടി കുറച്ച് ഇട്ടിട്ട് ചീസൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കിയിട്ടുള്ള കട്ട്ലേറ്റാണ്. പിന്നെ ചിക്കൻ്റെ ഒരു ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു റോളും പിന്നെ സമൂസ ഓൾറെഡി കുറച്ച് ഫ്രീസറിലും ഉണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മൾ വെജിറ്റബിൾ സമൂസ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതും ഉണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് പിന്നെ ജ്യൂസൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. പൈനാപ്പിളും മറ്റേ മുഹബത്ത് സർബത്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പൈനാപ്പിൾ ജ്യൂസും ആ ഒരു സംഭവമൊക്കെ എല്ലാം റെഡിയാക്കി പെട്ടെന്ന് നോമ്പ് തുറയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അന്നത്തെ ദിവസം 17ാമത്തെ ദിവസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത്രയൊക്കെയുള്ള അന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ദിവസത്തെ നമ്മൾ 18ാമത്തെ നോമ്പിൽ പിന്നെ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് കുട്ടികൾക്ക് എന്തെങ്കിലും പിസ്സ അങ്ങനെ എന്തെങ്കിലും ഫ്രൈഡ് ഐറ്റംസ് ഒന്നും ഇല്ലാതെ എന്തെങ്കിലും ബേക്ക് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടേ ഞാൻ ഒരു പിസ്സ ഒന്ന് തയ്യാറാക്കിയെടുക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ്, പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ ഒരു 1/4 കപ്പും പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂണും കൂടെ ചെറിയ ചൂട് പാല് കേട്ടോ. അപ്പം പാല് ഞാൻ ഒഴിച്ചത് കുറച്ച് കൂടിപ്പോയി സംഭവം, അത് പിന്നെ പറയാം. അപ്പോൾ ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വരണം, അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. അത് നന്നായിട്ടൊന്ന് ഫെർമെൻ്റ് ആവട്ടെ. അതിനുശേഷം ഞാനൊരു ഫുഡ് പ്രോസസ്സറാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അതിലേക്ക് 1 കപ്പ് മൈദാമാവും നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഒരു ഈസ്റ്റിൻ്റെ കൂട്ടുണ്ടല്ലോ, അത് അത്രയും മതിയായിരുന്നേ. ഞാൻ വീണ്ടും കുറച്ചും കൂടെ പാലെടുത്ത് ഒഴിച്ചു അറിയാതെ. സംഭവം ഉണ്ട്, നമ്മൾ വാഴക്കപ്പത്തിന് മാവ് കലക്കി കണക്കായി പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ 1/2 കപ്പ് മാവും കൂടെ ഇട്ട് പിന്നെയും കുറച്ച് ഈസ്റ്റും കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് പാകത, ഈ ഒരു ഒട്ടിപ്പിടിക്കുന്ന പുറത്തൊരു പാകമാണ് കേട്ടോ. ഇങ്ങനെ ഇത്രയും പാകത്തിനിരിക്കണം, എങ്കിൽ മാത്രമേ ആ ഒരു നമ്മൾ ഇങ്ങനെ ബ്രെഡ് ദിൽക്കുഷായിരുന്നാലും അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള എന്ത് ഐറ്റംസ് തയ്യാറാക്കി നല്ല സോഫ്റ്റ് ബ്രെഡ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കയ്യിൽ കുറച്ച് ഒലിവ് ഓയിൽ, ഞാൻ ഇടയ്ക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഫുഡ് പ്രോസസ്സറിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് ഒലിവ് ഓയിൽ തന്നെ ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചിട്ട് അതൊരു 2 മണിക്കൂറൊന്ന് അടച്ചൊന്ന് അങ്ങ് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഫെർമെൻ്റ് ആയി കിട്ടിക്കോളും. പിന്നെ ഞാൻ അത് ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ഒരു തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ബോയിൽ ചെയ്ത സമയത്ത് ആ തൊലി ഒന്ന് പൊട്ടി വരില്ല, അതൊന്ന് മാറ്റിയിട്ട് അതിൻ്റെ ആ ഒരു തണ്ടുണ്ടല്ലോ അതൊന്ന് മുറിച്ച് കളയണം. എന്നിട്ട് മിക്സിയിൽ ജാറിലേക്ക് വിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്താൽ മതിയാകും. പിന്നെ ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ ഒലിവ് ഓയിലും പിന്നെ ഒരു 3 ടീസ്പൂൺ ഞാൻ ഒരു ഗാർലിക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്രയും വേണ്ടെങ്കിൽ ചേർക്കണ്ട, പക്ഷേ നല്ലൊരു ഫ്ലേവറും ആ ഒരു ടേസ്റ്റൊക്കെ നല്ലൊരു എൻഹാൻസ് ചെയ്ത് നിൽക്കും ആ ഒരു ഗാർലിക്ക് നമ്മൾ അത്രയും ചേർക്കുമ്പോൾ. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 ഭാഗം മാത്രം കുറച്ച് ഒരു സവാളയുടെ ഒരു 1/4 ഭാഗം എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് അതും കൂടെ ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒരു തക്കാളിയുടെ പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആ ഒരു എണ്ണ ഒന്ന് പൊട്ടി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് പഞ്ചസാര, വളരെ കുറച്ച് മതി. ഒരു 1/2 ടീസ്പൂണിൻ്റെ അകത്ത് 1/2 ടീസ്പൂൺ ഉപ്പും ഒരു 1/2 ടീസ്പൂണോ പഞ്ചസാര കുറച്ച് മതി. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 1/4 കപ്പോളം ചേർത്ത് കൊടുക്കണം. അപ്പോഴാ ഒരു കറക്റ്റ് ആ ഒരു ടെക്സ്ചറിൽ ഒരു ഗ്ലേസിങ്ങിലൊക്കെ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ അത് ആ ഒരു സ്പൈസ് മിക്സ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 1/2 ടീസ്പൂണാണ് ചില്ലി അതായത് ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുത്തത്. പിന്നെ ഒരു സ്പൈസ് മിക്സാണ്, ഒറിഗാനോ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ എല്ലാം കൂടെ മിക്സഡ് ആയിട്ടുള്ളതാണ് കേട്ടോ. നല്ല ഫ്ലേവറാണ് ഈ ഒരു സംഭവം. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അതാ നമ്മുടെ പിസ്സ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാവൊക്കെ നന്നായിട്ട് ഫെർമെൻ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി അതുണ്ടല്ലോ ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ആ ഒരു ഉള്ളിലോട്ട് കയറിയുള്ള ഒരു എയറൊക്കെ ഒന്ന് റിലീസ് ചെയ്ത് കൊടുക്കണേ. നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്കൊരു ട്രേ, എന്തെങ്കിലും ഇങ്ങനെ പിസ്സ ഇങ്ങനെ കുക്കീസൊക്കെ ബേക്ക് ചെയ്യുന്ന ഒരു ട്രെയിലോട്ടാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുത്തത്. എന്നിട്ടൊന്ന് പരത്തി എടുക്കുന്നുണ്ട്. സംഭവം നമ്മൾ എക്സ്ട്രാ 1/2 കപ്പ് മാവ് ചേർത്തുകൊണ്ട് ഞാൻ ഒരു പിസ്സയാണ് ഉദ്ദേശിച്ചത്, പക്ഷേ കുറച്ച് എക്സ്ട്രാ മാവ് വന്നുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് മുറിച്ചൊന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് വീണ്ടും ഒന്ന് പരത്തി എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് പരത്തിയതിന് ശേഷം ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഒന്ന് ഫോർക്ക് കൊണ്ടൊന്ന് കുത്തി കൊടുക്കണേ. ഈ ഒരു പിസ്സയിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ക്യാപ്സിക്കം മുറിച്ച സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഇരുന്നതായിരുന്നു, കുഞ്ഞ് ക്യാപ്സിക്കം കൂടെ അതിൻ്റെ അകത്ത് ഇരുന്നതായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ക്യാപ്സിക്കം കൂടെ വേണം കേട്ടോ. ഞാൻ ഇപ്പോൾ ചുവപ്പും മഞ്ഞയും പച്ചയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഫോർക്ക് കൊണ്ടൊന്ന് കുത്തി കൊടുക്കണം, അല്ലെങ്കിൽ എയർ ബബിൾസ് കയറിയിട്ടേ കുക്കാവാതിരിക്കും. അതുകൊണ്ട് നമ്മൾ എയർ ഒന്ന് കുത്തിക്കളയണം എന്തായാലും പുറത്തോട്ട്. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു സോസ് ഇല്ലേ, ആ ഒരു പിസ്സ സോസ്, അത് ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വെളുത്തുള്ളി കൂടുതൽ ചേർക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ ഒന്നും കൂടെ നല്ലതായിരിക്കും.
ആ ഒരു പിസ്സ ഡോവിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് നമുക്ക് ഒരു പിസ്സ സോസ് നന്നായിട്ട് എല്ലായിടത്തും തേച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ കുറച്ച് ആ ഒരു ചീസ് ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ അവസാനം മുകളിലോട്ടങ്ങ് ഇട്ട് കൊടുത്താലും മതി. ഞാൻ എന്തായാലും കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട്. പിന്നെ ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കമാണ് കേട്ടോ. പച്ചയുണ്ട്, മഞ്ഞയുണ്ട്, ചുവപ്പുണ്ട്, 3 കളറും കുറച്ച് മതി കേട്ടോ. നമ്മൾ കൂടുതലിട്ട് കഴിഞ്ഞാൽ എന്തായാലും കുട്ടികൾ പറക്കി കളയും, അതുകൊണ്ട് അതനുസരിച്ച് കുറച്ച് ഇട്ട് കൊടുത്താൽ മതിയാകും. പിന്നെ അതാ ചിക്കനാണ്. ഈ കാര്യം നമ്മൾ തലേദിവസം ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു റോള് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നല്ലോ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത്. ആ ഒരു റോളിന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കിയതാണ് കേട്ടോ. ആ ഒരു ഫില്ലിങ് അതിനുള്ളിലോട്ട് വെക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുത്തണം. നോർമൽ മസാലയാണ്, മഞ്ഞളും ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് വിനാഗിരി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് പൊരിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു കുറച്ച് സവാള ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ അടർത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ആ ഒരു ചീസും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ആ ഒരു സ്പൈസ് മിക്സും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഞാൻ ഒരു 5 മണിയൊക്കെ ആയ സമയത്ത് തന്നെ റെഡിയാക്കി വെച്ചത്. ഒരു 5:30 മണിയാകുമ്പോൾ നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഓവനിലോട്ട് വയ്ക്കാം. കാരണം നമുക്കൊരു 6:30 ആകുമ്പോഴും നോമ്പ് മുറിക്കുന്ന സമയം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് ആ ചൂടോട് കൂടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആ ഒരു ടൈമിലാണ് പിന്നെ വെച്ച് കൊടുത്തത്. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ ചോറും കൂടെ തയ്യാറാക്കി എടുക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ കുറേ നാളായി ചോറൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ചോറും തയ്യാറാക്കി കൂട്ടി കഴിക്കാൻ ഒരു കൊതി വന്നിട്ടുണ്ടായിരുന്നു. പിസ്സ അവിടെ നിന്ന് റെഡിയാവുന്ന സമയം റെഡിയാവട്ടെ. ആ ഒരു ടൈം കൊണ്ട് ഞാൻ ഒരു മോര് കറിയും കൂടെ ഒന്ന് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പീസ് സവാളയും ഒരു തക്കാളിയും 2-3 പച്ചമുളകും ചെറിയൊരു പീസ് ഇഞ്ചി കറിവേപ്പില ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഒരു മൺചട്ടിയാണ് വെച്ച് കൊടുത്തത്. ഇതിലേക്ക് 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കടുക് ചേർത്ത് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഒരു തക്കാളിക്കൊന്ന് ഉടഞ്ഞു വരട്ടെ. പിന്നെ നമുക്ക് ഈ ഒരു മോര് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഇത് തൈരാണ് കേട്ടോ. ഇത് വീട്ടിൽ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച തൈരാണ്, അത്യാവശ്യം പുളിയൊക്കെയുള്ള തൈരാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു മോര് കറിക്ക് പുളിയുള്ള തൈര് എടുക്കുന്നതായിരിക്കും നല്ലതാണ്, അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടുതൽ. പിന്നെ ഇതാ കുറച്ച് കായത്തിൻ്റെ പൊടിയും കുറച്ച് ഉലുവാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ വീതം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്, ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി ആ ഒരു ചൂടൊന്ന് കുറയട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. ആ തൈരൊന്ന് ഞാൻ ഒന്ന് വിസ്ക് കൊണ്ടൊന്ന് ഉടച്ച് വെച്ചതാണ് കേട്ടോ, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടേ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താലും മതിയാകും. ഒരു 2 കപ്പോളം തൈരുണ്ട്, അത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി. ഫ്ലെയിം ഓഫാണ് കേട്ടോ. തിളപ്പിക്കാനായിട്ടോ ചൂടാക്കാനോ പാടില്ല, അത്യാവശ്യം ചൂട് കാണും. അപ്പോൾ അതാ മോര് കറി റെഡി ആയിട്ടുണ്ട്, നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഫിഷ് ഫ്രൈ എന്താ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഓൾറെഡി ഞാൻ മീൻ ഫ്രീസറിലുണ്ടായിരുന്നു കേട്ടോ, ഇവിടെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതാ ഒരു ഇഫ്താർ ഡ്രിങ്കാണ് കേട്ടോ, അത് റിഫ്രഷിങ് ഡ്രിങ്കാണ് ഇത് ഇറക്കി കൊടുക്കുന്നത്. പകുതി ഷമ്മാം എടുക്കുന്നുണ്ട്, തൊലിയും കുരുവൊക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞതിന് ശേഷം അതിലേക്കൊരു 2 നാരങ്ങ, അത്യാവശ്യം വലിപ്പമുള്ള 2 നാരങ്ങ കട്ട് ചെയ്തിട്ട് കുരുവൊക്കെ മാറ്റിയിട്ടൊന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാരയും പിന്നെ ഒരു 4 തൊട്ട് 5 കപ്പ് ഒരേ കാകം കേട്ടോ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക, അരിച്ചൊന്നെടുക്കാം. പിന്നെ കുറച്ച് കസ്കസ് ഒന്ന് കുതിർത്ത് വെച്ചതാണ്. ഐസ് ക്യൂബ്സ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഞാൻ ഐസ് വാട്ടർ എന്നിട്ട് എടുത്തത് കൊണ്ടാണ് ഐസ് ക്യൂബ് പ്രത്യേകം ചേർത്ത് കൊടുക്കാത്തത്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, ഗ്ലാസ്സിലോട്ട് ഒഴിക്കുക, കുടിക്കുക. നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്കാണ് ഇത്. നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് വെറും നാരങ്ങ വെള്ളം ഇങ്ങനെ കുടിക്കാവുന്നതിനേക്കാളും ദോഷമെന്നൊക്കെയല്ലേ പറയുന്നത് എപ്പോഴും, അതിനേക്കാളും എന്തുകൊണ്ട് നല്ല ബെറ്റർ ചോയ്സാണ്. നമ്മൾ കുറച്ച് ഷമാവും കൂടെ ചേർക്കുമ്പോഴേ അത്യാവശ്യം നല്ലതാണ്. ഒന്നാമത് ഈ ഒരു കാലാവസ്ഥ നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്, ആ ഒരു ടൈമിൽ കുടിക്കാൻ പറ്റിയ ഒരു ജ്യൂസ് തന്നെയാണ് കേട്ടോ. ഈ ഒരു ഷമാം വെച്ച് തയ്യാറാക്കുന്ന എന്ത് ജ്യൂസും നല്ലതാണ് ശരീരത്തിന്. നമ്മൾ പഞ്ചസാര ഇടുന്നു ഉള്ളതാണ് ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത്. പിന്നെ അതില്ലാതെ കുട്ടികൾ എന്തായാലും കുടിക്കില്ല, അത് ഉറപ്പാണ് ആ കാര്യം. പിന്നെ ഇതാ പിസ്സയൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. എന്തോ വരിഞ്ഞ് വരുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പൊക്കി എടുത്താണ്, സംഭവം ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ചീസൊക്കെ അങ്ങ് മെൽറ്റായിട്ട് തണുത്തത് കൊണ്ടാണെന്ന് ഒരുപാട് തണുത്തിട്ട് എന്തായാലും ചെറിയ ചൂടുണ്ടായിരുന്നു കേട്ടോ, തണുത്തത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ മുകളിൽ അങ്ങനെ കട്ടിയായിട്ട് തന്നെ ഇരിപ്പുണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ശേഷം പിന്നെ ഒരു രാത്രിയൊക്കെ ആകുമ്പോഴാണ് ഫുഡ് കഴിക്കുന്നത്. അത്താഴത്തിനും ചോറും ഈ ഒരു മോര് കറിയും ഫിഷ് ഫ്രൈ ഒക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ചോറും മട്ടയരിച്ചോറും മീൻ പൊരിച്ചതും പിന്നെ ഒരു കറി, മോര് കറി. എത്ര നാളായി ചോറും കറിയൊക്കെ കഴിച്ചിട്ട്, കൊതിയോടുകൂടി കഴിച്ചു കേട്ടോ. എന്തായിരുന്നാലും അത്യാവശ്യം പുളിപ്പുണ്ടായിരുന്നു കേട്ടോ കറിക്ക്. തൈര് നമ്മൾ വീട്ടിൽ തയ്യാറാക്കി വെച്ചതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ റെസിപ്പി. വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും